ഹലോ അസ്സലാമലൈക്കും. എവിടെ എല്ലാവരും പോരേട്ടാ. നമുക്കെല്ലാവർക്കും ഇന്നിപ്പോൾ ഈദ് പെരുന്നാളല്ലേ, ചെറിയ പെരുന്നാളല്ലേ. നമ്മളും ചെറിയൊരു പെരുന്നാൾ അങ്ങോട്ട് ആഘോഷിച്ചു കേട്ടാ. അപ്പോൾ ഇതാ എല്ലാവരും രാവിലെ നീച്ച് ചായയും കടിയൊക്കെ കുടിച്ച് ഇപ്പോൾ ഇതാ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയായി നിൽക്കണം മൂന്നാളും. അപ്പം അങ്ങനെ മൂന്നാളും ഈദ് മുബാറൊക്കെ പറഞ്ഞ് മൂപ്പര് ഇതാ നേരത്തെ പുറപ്പെട്ട് പോയിണ്. മൂപ്പര് സ്കോട്ടിമിലാണ്ട് പോയി. അപ്പോൾ പിന്നെ മറ്റോല് വണ്ടിയിലും പോകാറുണ്ട് അങ്ങനെ നിന്നതാണ്. ഓല് നേരമായിട്ട് എപ്പോഴും പോകലും. മൂപ്പര് പിന്നെ രാവിലെ നേരത്തേനാണ്ട് പോകലാണ്. അപ്പോൾ അതാ പുറപ്പെട്ട് പോയി. അപ്പോൾ ഇതാ ഫാസിലും ഫായിസും ഒക്കെ അതാ ഈദ് മുബാറക്കും പറഞ്ഞ് ഒക്കെ ഒന്ന് കെട്ടിപ്പിടിച്ച് എല്ലാ കൊല്ലം ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ രാവിലെ പോകലും എല്ലാവരും. അങ്ങനെ അതാ എല്ലാവരും പുറപ്പെട്ട് പോയിട്ടാ. അപ്പം ഇനിയിപ്പോൾ പള്ളിയിൽ നിന്ന് ജുമാ എറിഞ്ഞിട്ട് പള്ളി പിരിഞ്ഞിട്ട് ഉസ്താദ്മാർ വരുന്നുണ്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് പിന്നെ രാത്രിയൊക്കെ കുറേ ഫുഡിനുള്ള എല്ലാം എല്ലാവരും കൂടെ ഒക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് ഇറച്ചിയും എല്ലാം കൊണ്ടുവന്നൊക്കെ റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ അതൊക്കെ രാവിലെ തന്നെ നേരത്തെ തന്നെ നീച്ച കാരണം കുറേയൊക്കെ ഒന്നുകൊണ്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ബാക്കി ഇനി ഒരു വേഗം കഴിഞ്ഞിട്ട് വരാം, വന്നിട്ടൊക്കെ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട്. അധികമൊന്നും നമ്മൾ ഉണ്ടാക്കണില്ല, ആരും വെച്ചിട്ടുമില്ല, ആർക്കും കൊടുക്കാനും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ആരും വരാനും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നാലാൾ തന്നെ ഉള്ളൂ. അപ്പോൾ അതിനുള്ള അനുസരിച്ച് നമ്മൾ ഭക്ഷണമൊക്കെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ച്. അപ്പോൾ കുറച്ച് ഫുഡിങ്ങും ഉണ്ടാക്കി, കുറച്ച് ബിരിയാണിയും മുട്ട പുഴുങ്ങി വെച്ചതും പിന്നെ സമ്മന്തി അച്ചാറും പച്ചടിയും ഒക്കെ ഉണ്ടാക്കിന്ന്. കുറച്ച് ഫ്രൂട്ട്സും കൂടെ വെച്ച് കൊടുത്തു. ഇപ്പോൾ ഒന്നും കഴിച്ചില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കണ്ടേ. അപ്പം അങ്ങനെ അതാ ഓരോ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഉസ്താദ് ഇപ്പോൾ ഇവിടുന്ന് പോകും കൂടെ ചെയ്യണം. അപ്പം അങ്ങനെ വീട്ടിൽ വന്നിട്ട് പോവാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം റെഡിയാക്കിയതാണ്. അൽഹംദുലില്ലാ റാഹത്തായിട്ടാ. അപ്പോൾ ഇതാ ദുആ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കുറച്ചൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് കുട്ടികളെ ഫോട്ടോസൊക്കെ എല്ലാവരും അവിടുന്ന് ഇവിടുന്ന് എല്ലാവരും കൂടെ അയച്ചു തന്ന ഫോട്ടോസും വീഡിയോസൊക്കെ. അപ്പോൾ അത് നമ്മൾ ഇതിൽ അങ്ങനെയാണ് പകർത്തിയിട്ടൊക്കെയാണ് കേട്ടോ. പിന്നെ കുട്ടികളെ ഈ ചെറിയ ഫോട്ടോ ഒക്കെ ഞങ്ങളിങ്ങനെ എടുത്ത് വെക്കുമ്പോൾ എന്താണ് എത്ര വലുതായാലും നമുക്ക് ഓലെങ്ങനെ കാട്ടി കൊടുക്കാൻ പറ്റുമോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെറുതാവുമ്പോൾ എടുക്കുമ്പോൾ അതൊരു രസം തന്നെയല്ലേ കാണാനല്ലേ. അപ്പോൾ അത് അവിടെ ആയ കാരണം കൊണ്ട് പിന്നെ ഒരു എടുത്തപ്പോൾ അങ്ങനെ ഞാൻ ഇതിലിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഉണ്ട് കേട്ടോ. ഇത് നമ്മളെ ഫായിസിൻ്റെ കുട്ടിയാണ്, ഐസീനാണ്. അപ്പോൾ അതാ ഓനും നടക്കാനൊക്കെ ആയി. അപ്പോൾ ഓനും ഇതുപോലെ ഒരു ജുബ്ബൊക്കെ ഇട്ട് കൊടുത്ത് തൊപ്പിയൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ആക്കിയിട്ട് ഓന് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. നടക്കണത് കണ്ടാൽ തന്നെ അറിയില്ല, ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അവനക്ക്. അപ്പം അങ്ങനെ എല്ലാവരും ഫോട്ടോസും കുട്ടികളുടെയൊക്കെ തന്നപ്പോൾ ഞാൻ അങ്ങനെ ഇതിലിട്ട്. ശരി, ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്നൊരു ഓർമ്മയല്ലേ ഇങ്ങനെ. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഐഷു അനിയത്തിക്കുട്ടി ഒരു രണ്ടാളും എടുത്തതുണ്ട്. അമ്മനും ഇതാ നിൽക്കണ പോസ് കൊടുത്തിട്ട് അതിന് ഭയങ്കര സ്റ്റൈലെത്തിയാണ് ഇവള്. ഇതാ മുടിയൊക്കെ മുടഞ്ഞതൊക്കെ എനിക്ക് കാട്ടി തരുകയാണ് ഫോട്ടോസൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇതാ അങ്ങനെ പേരക്കുട്ടികളെ ഫോട്ടോ എല്ലാം നാലാളെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇട്ട് തന്ന്. അപ്പോൾ ഇതാ നമ്മൾ ഐറീൻ കുട്ടി ഇതാ ഓൻ്റെ പെരുന്നാളിൻ്റെ ഡ്രസ്സ് ഇട്ടേക്കണ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേട്ടാ.